വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് റിസൾട്ട് വന്ന് സപ്ലിമെൻ്ററി കിട്ടിയ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്. ഓരോ സെമസ്റ്റർ പരീക്ഷകൾ കഴിയുന്തോറും പ്രത്യേകിച്ച് 2-3 തവണയൊക്കെ ഏതെങ്കിലും സെമസ്റ്ററിൽ ഏതെങ്കിലും പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ചില സമയത്തൊക്കെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുമ്പോൾ, റീചെക്ക് ചെയ്യുമ്പോൾ, ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ തോറ്റ വിദ്യാർത്ഥികളുടെ മാർക്ക് കൂടാനും ജയിക്കാനും സാധ്യതയുണ്ട്. ഇത് സിൻസ് ഇമ്മമോറിയൽ എന്ന് പറയുന്ന പോലെയാണ്. പണ്ട് നിങ്ങളുടെ സീനിയേഴ്സിനോടാണെങ്കിലും സൂപ്പർ സീനിയേഴ്സിനോടാണെങ്കിലും ചോദിച്ചറിയാൻ സാധിക്കും. സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വന്നു, സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് വന്നു, ആദ്യം വന്ന റിസൾട്ടിൽ തോറ്റുപോയി. എന്നാൽ കുറച്ച് കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്തപ്പോൾ ആ പരീക്ഷയിൽ ജയിക്കാൻ സാധിച്ചു എന്ന കാര്യം ഇടയ്ക്ക് വരാറുണ്ട്, ഇങ്ങനെയുള്ള പ്രതിഭാസമൊക്കെ. എന്നാൽ ഇത് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധിക്കില്ല. എന്നാൽ കുറച്ച് പേർക്ക് ഇത് കിട്ടാറുണ്ട്, ജയിക്കാറുണ്ട്. വീണ്ടും ആവർത്തിക്കാൻ കാരണം പല വിദ്യാർത്ഥികളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന കാര്യമാണ്. ഈ സെമസ്റ്ററിൽ ഈ പരീക്ഷ മാത്രം 4-5 തവണ എഴുതി, അത് മാത്രം ജയിക്കാൻ സാധിച്ചില്ല. റീവാലുവേഷന് കൊടുത്തു, സ്ക്രൂട്ടിനിക്ക് കൊടുത്തു, പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി കൊടുത്തു, ബട്ട് നോ യൂസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇടയ്ക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുക. പ്രത്യേകിച്ച് റിസൾട്ടിൻ്റെ കാര്യം നോക്കുക. നോക്കിക്കഴിഞ്ഞ് മാറ്റമുണ്ടെങ്കിൽ, വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ഫർദറായിട്ടുള്ള പരീക്ഷകൾക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.